ഷിബിയൻ ഹസ്കർ. കൊടി സുനിക്ക് പരോൾ കിട്ടിയതിൻ്റെ സാങ്കേതികത്വം, നിയമപരമായ നൂലാമാലകൾ എന്നുള്ളത് മാറ്റിവെച്ചാലും ഇന്നിപ്പോൾ കൊടി സുനിക്ക് പരോൾ കിട്ടിയതിനെ ന്യായീകരിക്കുന്നത് പി ജയരാജനാണ്, കണ്ണൂരിലെ CPM-ന്റെ ഏറ്റവും പ്രമുഖ നേതാവ്. അത് മനുഷ്യാവകാശ പ്രചോദിതമാണ് ഈ നടപടി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ട് 6 കൊല്ലം കൊടി സുനിക്ക് ജയിലിൽ നിന്ന് പരോൾ കിട്ടിയില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം നിരന്തരമായി ജയിലിനകത്ത് വെച്ച് തന്നെ ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെട്ടിരുന്നത് കൊണ്ട് പരോൾ കൊടുക്കാൻ നിർവാഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു നിർദ്ദേശത്തിന്റെ മറപിടിച്ച് കൊടി സുനിയെ 30 ദിവസം പുറത്തുവിടുന്നതിനെ ഇങ്ങനെയൊക്കെ CPM നേതാക്കൾ ന്യായീകരിക്കേണ്ട കാര്യമുണ്ടോ? അഭിലാഷ്, ഇതിൽ കാണേണ്ടത് ജയിലുകൾ എന്ന പേരുകളിൽ അറിയപ്പെടുന്നത് ജയിലുകളായി കാണുക എന്നതാണ് നാം കാണുന്ന ഏറ്റവും വലിയ തെറ്റ്. അതൊരു കറക്ഷണൽ ഹോമാണ്. ഏതൊരു കുറ്റവാളിയും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിന് ശേഷം തനിക്ക് മാനസാന്തരം ഉണ്ടാകണം, അതിനുശേഷം തൻ്റെ ജീവിതം പുതിയ രൂപത്തിലേക്ക് മാറ്റണമെന്നാണ് ജയിൽ നിയമങ്ങളിൽ ആകമാനം പറയുന്നത്. അത്തരമൊരു കാഴ്ചപ്പാടാണ് ലോകത്തെമ്പാടും കുറ്റവാളികളെ സംബന്ധിച്ച് മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു സമീപനമാണ് ഇക്കാര്യത്തിൽ ലോകമാകമാനമുള്ള പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ എല്ലാവരും എടുക്കുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ വ്യത്യസ്തമായ ശബ്ദങ്ങൾ ഉയരുന്നു ഉള്ളിടത്താണ് വലിയ പ്രശ്നം ഉയരുന്നത്. ജയിൽ നിയമത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അടുത്ത അങ്ങനെ ഒരു ന്യായീകരണം പറയുമ്പോൾ അങ്ങയുടെ ഈ താത്വികമായ നിലപാടിനോട് യോജിക്കുന്നു. നമ്മുടെ ജയിലുകൾ കറക്ഷണൽ ഹോമുകളാണ്, റിഫോർമേറ്റീവ് ആണ് നമ്മുടെ പണിഷ്മെന്റ്. ശിക്ഷ എന്ന് പറയുന്നത് പ്രതികാരപരമല്ല, പരിവർത്തനപരമാണ് എന്ന വാദത്തോട് യോജിക്കുന്നു. പക്ഷേ ഈ ശിക്ഷ അനുഭവിക്കുന്ന കൊടി സുനിക്ക് എന്തെങ്കിലും പരിവർത്തനം വന്നിട്ടുണ്ടോ? 2018 അദ്ദേഹം അവസാനമായി പരോളിൽ ഇറങ്ങുന്നത്. അന്ന് പരോളിൽ ഇറങ്ങിയപ്പോൾ സ്വർണം കൊട്ടിക്കാൻ പോയി ഒരാളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയാവാണ് ചെയ്തത്. ഇനി ജയിലിനകത്ത് അദ്ദേഹം എത്ര കേസുകളിൽ പ്രതിയായി? ഏറ്റവും ഒടുവിൽ ജയിലിൽ കലാപം ഉണ്ടാക്കിയതിന്, വിയൂർ ജയിലിൽ കലാപം ഉണ്ടാക്കിയതിന് ആണ് അദ്ദേഹത്തെ തവനൂർ ജയിലിലേക്ക് മാറ്റുന്ന നടപടി ഉണ്ടായത്. അപ്പോൾ പൂജപ്പുര ജയിലിലിരിക്കുമ്പോഴും വിയൂർ ജയിലിലിരിക്കുമ്പോഴും ഫോൺ ഉപയോഗം അടക്കമുള്ള വിഷയങ്ങൾ, ജയിലിനകത്തെ ക്രിമിനൽ ആക്ടിവിറ്റികൾ, ജയിലിനകത്ത് നിന്ന് പുറത്ത് കൊട്ടേഷനും ഈ പറഞ്ഞ സ്വർണം പൊട്ടിക്കലും ആസൂത്രണം ചെയ്യൽ, പരോളിൽ പുറത്തിറങ്ങിയതിന് ശേഷം ആ ഇറങ്ങിയ സമയത്തുള്ള ക്രിമിനൽ ആക്ടിവിറ്റി, ഇങ്ങനെ കറതീർന്ന ഒരു ക്രിമിനലിനെ റിഫോം ചെയ്യാൻ മാത്രം നമ്മുടെ സംവിധാനത്തിനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ റിഫോർമേറ്റീവ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ ആ റിഫോർമേഷൻ നടക്കണ്ടേ? അഭിലാഷ്, ഇതിൽ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിന് ശേഷം കുറ്റവാളി ശിക്ഷിക്കപ്പെടുകയും കൊടിസുന്നി അടക്കമുള്ള ആളുകൾ ജയിൽവാസം അനുഭവിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ മാത്രമാണ്. നമുക്ക് മുന്നിൽ മറ്റ് തെളിവുകളോ സാങ്കേതികത്വത്തിൻ്റെ നിറം പിടിപ്പിച്ച കഥകൾക്ക് അപ്പുറം ഒരു തെളിവുകളും നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും കൊടിസുനിയെ ന്യായീകരിച്ചുകൊണ്ടല്ല പറയുന്നത്. ഏതൊരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അർഹമായിട്ടുള്ള മനുഷ്യാവകാശങ്ങളുണ്ട്. ആ മനുഷ്യാവകാശങ്ങളും അയാളെ മാറ്റിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാന്ത്വന പരിചരണങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടാവണം. അത്തരമൊരു ഇടപെടലുകൾ മാത്രമാണ് കൊടിസുനിയുടെ അമ്മ നൽകിയിട്ടുള്ള മനുഷ്യാവകാശ കമ്മീഷന് നൽകിയിട്ടുള്ള ഒരു അപേക്ഷയിന്മേൽ മനുഷ്യാവകാശ കമ്മീഷന് ജയിൽ DGPക്ക് ഒരു ഉത്തരവ് നൽകാനാവില്ല. എന്നിരുന്നിട്ട് പോലും പരോൾ പരിശോധിക്കുമ്പോൾ, അവധികൾ പരിശോധിക്കുമ്പോൾ നിശ്ചയമായും മനുഷ്യാവകാശം കൂടി പരിശോധിക്കേണ്ടതല്ലേ, പരിഗണിക്കേണ്ടതല്ലേ എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തിന്റെ ആ ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്നു. അപ്പൊ സ്വാഭാവികമായും ഒരു എന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ കമ്മ്യൂണിക്കേഷൻ. അതിൽ കോൾ എടുക്കേണ്ടത് ജയിൽ മേധാവിയാണ്. അദ്ദേഹത്തിന് അതിൽ വിവേചനാധികാരമുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെ ഉത്തരവ് കൊടുക്കാൻ അവകാശമില്ല എന്ന് മാത്രമല്ല, മനുഷ്യാവകാശ കമ്മീഷൻ ഇദ്ദേഹത്തെ പുറത്തുവിടണമെന്നോ ഇദ്ദേഹത്തിന്റെ മനുഷ്യാവകാശം പരിരക്ഷിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടോ, മാനുഷിക പരിഗണന ഇദ്ദേഹം അർഹിക്കുന്നുണ്ടോ എന്ന് ജയിൽ മേധാവി പരിശോധിക്കണമെന്ന് മാത്രമേ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴും പോലീസിന്റെയും ജയിൽ വകുപ്പിന്റെയും റിപ്പോർട്ട് ഇദ്ദേഹത്തിനെതിരാണ് താനും. അല്ല അഭിലാഷ്, നമ്മുടെ ജയിലുകളിൽ നിരവധി പേർ ജയിൽവാസം അനുഭവിക്കുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ പരോളിന് അർഹത കിട്ടുന്നുണ്ട്, പരോൾ ലഭിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രേരിതമെന്നും കേരളത്തിലാകമാനം ഇത് ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കേസ് എന്ന നിലയിൽ ആ കേസിലെ പ്രതിയാക്കപ്പെട്ട് ശിക്ഷിക്കപ്പെടുന്ന ആൾക്ക് ഇത്തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളെല്ലാം ലംഘിക്കണം എന്ന് പറയുക തന്നെ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയാണ്. അങ്ങനെ ഒരു വിമർശനത്തിൻ്റെ അർഹതയില്ല. ഏതൊരു കുറ്റവാളി ആയിക്കൊള്ളട്ടെ, അയാൾ ചെയ്തിട്ടുള്ള കുറ്റത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് കോടതി നിയമപരമായി അയാളെ ശിക്ഷിച്ചിട്ടുണ്ട്. ആ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ലഭിക്കേണ്ട നിയമപരമായിട്ടും അർഹതപ്പെടുന്നതുമായിട്ടുള്ള അവകാശങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. മനുഷ്യാവകാശപരമായ അവകാശം എന്നുള്ളതാണല്ലോ.